ചില ദിവസങ്ങൾക്ക് മറ്റു ചില ദിവസങ്ങളെക്കാൾ, ചില മാസങ്ങൾക്ക് മറ്റു ചില മാസങ്ങളെക്കാൾ, ചില സമയങ്ങൾക്ക് മറ്റു ചില സമയങ്ങളെക്കാൾ, ചില സ്ഥലങ്ങൾക്ക് മറ്റു ചില സ്ഥലങ്ങളെക്കാൾ ബഹുമാനവും സ്ഥാനവും അള്ളാഹു പ്രഖ്യാപിച്ചത് കാണാം. ഈ സ്ഥാനം പ്രഖ്യാപിച്ചത് അത് ചില നന്മകൾക്ക് വേണ്ടി. മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണത്. ഒരു സീസൺ ഉണ്ടായാൽ, ഒരു ഓഫർ ടൈം ഉണ്ടായാൽ ആ ടൈം കൂടുതൽ ഉപയോഗപ്പെടുകയും കൂടുതൽ ചലനാത്മകമാവുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല സമയങ്ങൾക്കും പല സ്ഥലങ്ങൾക്കും ഒക്കെ മഹത്വം നൽകിയത് കാണാം. അതുപോലെ മഹത്വം നൽകപ്പെട്ടതിൽ പെട്ടതാണ് ശഅബാൻ മാസം. മൊത്തത്തിൽ ബഹുമാനമുണ്ട്. അതിലെ 15-ാമത്തെ ദിവസം, ആ ദിവസത്തിന്റെ രാവ്, അതിന് മഹത്വമുണ്ട്. ലൈലത്തുൽ ബറാഅ. ലൈലത്തുൽ ബറാഅ എന്ന് തുടങ്ങുന്നത് 14-ാമത്തെ ദിവസം അസ്തമിച്ചത് മുതലാണ് ലൈലത്തുൽ ബറാഅ തുടങ്ങുന്നത്, അഥവാ ശഅബാൻ 15 തുടങ്ങുന്നത്. ശഅബാൻ 15-ന്റെ അന്ന് നോമ്പ് സുന്നത്തുള്ള ദിവസമാണ്. എല്ലാ അറബി മാസവും 13, 14, 15 നോമ്പ് സുന്നത്തുണ്ട്. അതേസമയത്ത് ശഅബാൻ 15-നെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് നോമ്പ് സുന്നത്താണെന്ന് ഹദീസുകൾ വന്നത് കാണാം. ആ ഹദീസ് പ്രമാണബദ്ധമാണ് എന്ന് ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചതും കാണാം. ഗ്രന്ഥങ്ങൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതിനു മുമ്പ് ഒറ്റവാക്കിൽ ചെറിയൊരു വിവരണം നൽകുകയാണ്. ശഅബാൻ 15-ന്റെ ഈ ദിവസത്തിന് ബറാഅത്ത് രാവ് എന്ന് പറയും. ബറാഅത്ത് എന്ന പദത്തിന്റെ അർത്ഥം മോചനം എന്നാണ്. പാപമോചനമാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ കൂടുതൽ പാപമോചനം തേടാനും നന്മകൾ ചെയ്യാനും ഹസനാത്തുകൾ, നന്മകൾ വർദ്ധിപ്പിക്കാനും ഒക്കെ ഉള്ള ദിവസമാണ്. അപ്പൊ അന്ന് സുന്നത്തായ നോമ്പ് നോൽക്കുന്നു. അതുപോലെ നിസ്കാരങ്ങളൊക്കെ സജീവമായി നിസ്കരിക്കുന്നു. ഇബാദത്തുകൾ ധാരാളം ചെയ്യുന്നു. അത് കൂട്ടത്തിൽപ്പെട്ടതാണ് സൂറത്തു യാസീൻ. 3 യാസീൻ സൂറത്ത് അന്ന് പ്രത്യേക ലക്ഷ്യത്തോടുകൂടെ പാരായണം ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ സജീവമായി ചെയ്യുകയും പ്രാർത്ഥനകൾ നിരതരാവുകയും ചെയ്യാനാവുന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുകയും തുടർന്നുള്ള ജീവിതത്തിൽ കൂടുതൽ നന്മക്ക് വേണ്ടി പ്രതിജ്ഞാബദ്ധരാവുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. ഒരു വിശ്വാസിക്ക് ഉചിതമായ ഒരു ജീവിതചര്യയാണ്, ഏർപ്പാടാണ്. ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ ദിവസത്തിന് മഹത്വമുണ്ട് എന്ന് പഠിപ്പിച്ച, ഈ ദിവസത്തിന് പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ച ഏതാനും ഉദ്ധരണികൾ നിങ്ങൾക്ക് കാണിക്കും. ഇത് ഫതാവ റംലിയുടെ കിതാബ് സൗമിലുള്ള ഒരു ചോദ്യ ഉത്തരാണ്. സുഇല അൻ സൗമി മുൻതസഫി ശഅബാൻ. ശഅബാൻ പകുതിയിലുള്ള നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. കവാ റവാഹു ഇബ്നു മാജ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ. ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിലുണ്ടല്ലോ, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ. ശഅബാൻ 15 രാവായാൽ നിങ്ങൾ രാത്രിയിൽ ധാരാളമായി നിസ്കാരം നിർവഹിക്കുകയും പകല് നോമ്പനുഷ്ഠിക്കുകയും ചെയ്യണമെന്ന് പറയുന്ന ഹദീസ്. അൽ ഹുവ മുസ്തഹബുൻ ഔല. ഈ പറയപ്പെട്ട നോമ്പും ഈ അന്ന് നിസ്കരിക്കുന്നതൊക്കെ പുണ്യമാണോ, അല്ലെങ്കിൽ പുണ്യമല്ലേ? ഫഹൽ ഹദീസു സ്വഹീഹുൻ. ഈ പറയപ്പെട്ട ഹദീസ് സ്വഹീഹാണോ ഔല അല്ലയോ? വൈൻകാന ലഈഫൻ ഫമൻ ലഅഫഹു. ഇനി ലഈഫ് ആണെങ്കിൽ എങ്ങനെയാണത് ലഈഫായത്, ആരാണ് ലഈഫാണെന്ന് പറഞ്ഞത്? ഫഅജാബ. മഹാനവറുകൾ നൽകിയ ഉത്തരം ബി അന്നഹു യുസന്നു സൗമു നിസ്ഫി ശഅബാൻ. ശഅബാൻ 15-ലെ നോമ്പ് സുന്നത്താണ്. ബൽ യുസന്നു സൗമു സാലിസ അശ്രിഹി വറാബി അശ്രിഹി. 13ഉം 14ഉം സുന്നത്താണ്. വഖാമിസ അശ്രിഹി 15ഉം സുന്നത്താണ്. വൽ ഹദീസുൽ മദ്കൂർ യുഹ്തജു ബിഹി. ഈ പറയപ്പെട്ട ഹദീസ് തെളിവിന് പറ്റുന്നതാണ്. അപ്പോ ശഅബാൻ 15-ന് നോമ്പ് സുന്നത്തുണ്ട് എന്നതിൽ എതിരഭിപ്രായമേ ഇല്ല. വമിനൽ മൻദൂബാത്തി ഇഹ്യാഉ ലയാലിൽ അശ്രി മിൻ റമളാൻ വലൈലത്തുൽ ഈദി ലയാലി അശ്രി ദിൽഹജ്ജത്തി വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. സുന്നത്തായ കാര്യങ്ങളിൽപ്പെട്ടതാണ് ചില 10 രാത്രികൾ എടുത്തു പറയാം. റമളാനിലെ 10 രാത്രി, അതുപോലെ പെരുന്നാളിന്റെ 2 രാത്രി, ദുൽഹിജ്ജയുടെ 10 രാത്രികൾ, ശഅബാൻ 15-ന്റെ രാത്രി. ഇതെല്ലാം ഇഹിയ സജീവമാക്കൽ സുന്നത്താണ്. കമാ വറദത്ത് ബിഹിൽ അഹാദീസ് വദക്റഹ ഫി തർഗീബ് വതർഹീബ്. അത്തർഗീബ് വതർഹീബിൽ മുഫസ്സലത്തൻ വിശദമായി അത് ഉദ്ധരിച്ചിട്ടുണ്ട്. വൽ മുറാദു ബി ഇഹ്യാഇൽ ലൈൽ. രാത്രി സജീവമാക്കുക എന്ന് പറഞ്ഞാൽ ഖിയാമുഹു, രാത്രി നിസ്കരിക്കുക. വലാഹിറുഹു അൽ ഇസ്തിആബു. കഴിയെങ്കിൽ ആ രാത്രി മുഴുവനായി നിസ്കരിക്കുക. വയജൂസു അൻ യുറാദ ഗാലിബുഹു. ഇനി വേണമെങ്കിൽ കൂടുതൽ കുറെ സമയം നിസ്കരിക്കുക എന്ന് വേണമെങ്കിലും അർത്ഥം പറയാം. അൽ ബഹ്റുറാഖ് ശർഹു കൻസു ദഖായിഖ്. ഇത് മാലിക്കി മദ്ഹബിലെ ഗ്രന്ഥമാണ്.
അപ്പൊ മാലിക് മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. അതിൽ ഉപയോഗിച്ചത് അസ്വലാത്തുൽ മസ്നൂനത്തു കുല്ല യൗമിൻ എന്ന ഭാഗത്താണ് ഈ ഭാഗം വിശദീകരിക്കുന്നത്. ഖാല ഖലീലുൻ, ഇനി ഉദ്ധരിക്കുന്ന കിതാബ് അൽ ഫവാക്കിഹുദ് ദവാനി അല റിസാലത്ത് ബിൻ അബി സൈദിൻ അൽ ഖൈറുവാനി എന്ന കിതാബിന്റെ ഉദ്ധരണിയാണ് ഇനി കാണാൻ പോകുന്നത്. ഖാല ഖലീലുൻ ഫതറഖ ഖബ്ലഹു ഫിൽ ഫിത്രി വതഖീറുഹു ഫിൻ നഹരി, അങ്ങനെ വിശദീകരിച്ചിട്ട് ബഹുമാനമുള്ള സമയങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാണ് വനുദിബ ഇഹ്യാഉ ലൈലത്തിഹി വഗുസ്ലുൻ ബഅദ സുബ്ഹി വതതയ്യിബുൻ, പെരുന്നാളിന്റെ രാത്രിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്യ ലൈലത്തൽ ഈദ് വലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ, പെരുന്നാളിന്റെ രാത്രി അതുപോലെ ശഅബാൻ 15ന്റെ രാത്രി ഒരാൾ സജീവമാക്കിയാൽ ലം യമുത്തു ഖൽബുഹു യൗമ തമൂത്തുൽ ഖുലൂബ്, ഹൃദയം നിർജീവമായി പോകുന്ന സമയത്ത് അവന്റെ മനസ്സ് ചത്തുപോവുകയില്ല. വഫീ ഹദീസിൻ മൻ അഹ്യൽ ലയാലിൽ അർബഅ വജബത് ലഹുൽ ജന്ന, 4 രാത്രികൾ ഒരാൾ സജീവമാക്കിയാൽ അവന് സ്വർഗം ഉറപ്പാണ്. വഹിയ ലൈലത്തുൽ ജുമുഅ, ലൈലത്തു അറഫ, ലൈലത്തുൽ ഫിത്ർ, ലൈലത്തുൻ നഹർ. വമഅന ലം യമുത് ഖൽബുഹു ലം യതഹയ്യർ ഇൻദൻ നസ്ഇ, ഖൽബ് ചത്തുപോവുകയില്ല എന്ന് പറഞ്ഞാൽ മരണസമയം അവൻ പരിഭ്രാന്തനാവുകയില്ല എന്നാണ് ആ പറഞ്ഞത്. അതുപോലെ ഇഹിയ എന്ന് പറഞ്ഞാൽ യഹ്സുൽ ബിദ്ദിക്രി വസ്വലാത്തി, ദിക്ർ, നിസ്കാരം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് പറ്റുമെങ്കിൽ കൂടുതൽ സമയം ചെയ്യാൽ, രാത്രി തീർത്തും പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോ അതാണ് അതിലെ വിശദീകരണം. ഇനി ഇമാം ഷാഫഈ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ നോക്കൂ. അസ്സുനനുൽ കുബ്ര, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അസ്സുനനുൽ കുബ്രയിൽ പറയുന്നു ഖാല ഷഫഈ വബലഗന അന്നഹു കാന യുഖാലു ഇന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാലിൻ ഫീ ലൈലത്തുൽ ജുമുഅ, ലൈലത്തുൽ അദ്ഹ, ലൈലത്തുൽ ഫിത്ർ, വഅവ്വൽ ലൈലത്തിൻ മിൻ റജബ്, വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15ന്റെ രാത്രി അത് വലിയ പുണ്യമാണ്. അതുപോലെ ഫൈദുൽ ഖദീർ, ശർഹുൽ ജാമിഉസ് സഗീർ, ഇമാം മനാവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫൈദുൽ ഖദീറിന്റെ ഇബാറത്താണ് ഇത്. മൻ അഹ്യൽ ലയാലിൽ അർബഅ വജബത് ലഹുൽ ജന്ന, ലൈലത്തുൽ തർവിയ, ലൈലത്തു അറഫ, ലൈലത്തുൻ നഹർ, ലൈലത്തുൽ ഫിത്ർ, ഐ ലൈലത്തു ഈദിൽ ഫിത്ർ വലൈലത്തു ഈദിൻ നഹർ. ഖാല ശാഫഈ വബലഗന അന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാലിൻ അവ്വൽ ലൈലത്തിൻ മിൻ റജബ്, ലൈലത്തു നിസ്ഫി മിൻ നിസ്ഫി ശഅബാൻ, ശഅബാൻ 15ന്റെ രാത്രി ദുആക്ക് ഉത്തരമുണ്ട്. വലൈലത്തൽ ഈദ് വലൈലത്തുൽ ജുമുഅ, അപ്പോ ശഅബാൻ 15ന് പുണ്യമുള്ള ദിവസമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കിതാബിന്റെ ഉമ്മിന്റെ അതേ ഉദ്ധരണിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിലും കാണാം ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. അതുപോലെ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശർഹുൽ മുഹദ്ദബ് അൽ മജ്മൂ, അതിന്റെ ഉദ്ധരണിയാണ് ഇന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാലിൻ, എന്നിട്ട് അങ്ങനെ എണ്ണിയിട്ട് പറയുന്നു ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാത്രി. അപ്പൊ പൊതുവിൽ എല്ലാ മുസ്ലിം ലോകത്തെ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും ഒരുപോലെ ബഹുമാനമുള്ളതാണെന്ന് പറഞ്ഞതാണ് ലൈലത്തു ശഅബാൻ 15ന്റെ രാവ് എന്ന് പറയുന്നത്. അപ്പൊ 14ാമത്തെ അന്ന് അസ്തമിക്കുന്ന ആ സമയം, അസ്തമിക്കുന്നതിനോട് തൊട്ടു മുമ്പുള്ള അസറിന് ശേഷം യാസീൻ ഓതുന്നവരുണ്ട്. മഗ്രിബ് മുതലാണ് രാത്രി ആരംഭിക്കുന്നത്, അവിടെ നിന്ന് അങ്ങോട്ട് യാസീൻ ഓതുന്നവരുണ്ട്. എന്നാൽ ആ രാത്രിയുടെ ഭാഗത്ത് തന്നെ യാസീൻ ഓതുക, രാത്രിയോട് അടുത്ത സമയത്ത് തന്നെ യാസീൻ ഓതുക, ദുആ ചെയ്യുക. യാസീൻ സൂറത്ത് ഏത് ലക്ഷ്യത്തിനു വേണ്ടി ദുആ ഓതിയാലും അത് നിർവഹിക്കപ്പെടുമെന്ന് യാസീനെ കുറിച്ച് ഹദീസുകളിൽ കാണാം. സൂറത്തു യാസീൻ 3 യാസീൻ ഓതുന്നു, 3 നിയ്യത്തുകൾ വെച്ചിട്ട്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്താണ്? 1 റിസ്ഖിൽ വിശാലതയുണ്ടാകാൻ, 2 ആയുസ്സിൽ വിശാലതയുണ്ടാകാൻ, 3 ഹുസ്നുൽ ഖാത്തിമത്ത്, മരിക്കുന്ന സമയത്ത് അന്ത്യം നന്നാകാൻ വേണ്ടി. ഇത്തരം ഈ 3 ലക്ഷ്യങ്ങളോടുകൂടെ വെച്ച് 3 യാസീൻ പാരായണം ചെയ്യുക, സൂറത്തു ദുഖാൻ പാരായണം ചെയ്യുക. ഇതൊക്കെ നമുക്ക് ബറക്കത്തുണ്ടാകാനും കാവലുണ്ടാകാനും ദുആക്കുത്തരം കിട്ടാനായിട്ടുള്ള മാർഗങ്ങളാണ്. അന്ന് പുണ്യമുള്ള ദിക്റുകളൊക്കെ പഠിപ്പിച്ച കൂട്ടത്തിൽ നമുക്ക് കാണാം. അത് ഞാനൊന്ന് സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് നൽകാം, അത് പലർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. 3 യാസീൻ. 1 തന്റെയും കുടുംബത്തിന്റെയും ദീർഘായുസ്സിനും ആഫിയത്തിനും വേണ്ടി. 2 ഭക്ഷണപാനീയങ്ങളിൽ ബറക്കത്തും വിശാലതയും ലഭിക്കാൻ. 3 ഹുസ്നുൽ ഖാത്തിമത്ത് ലഭിക്കാൻ. സൂറത്തു ദുഖാൻ ഓതുക, എന്നിട്ട് ചൊല്ലുന്ന ദിക്റാണ്, 70 തവണ ചൊല്ലുന്ന ദിക്റാണ് അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹു ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക തീർച്ചയായും നീ ഹലീമുൻ വലിയ സഹനമുള്ളവനാണ്, ദു അനാത്തിൻ സാവകാശം ചെയ്യുന്നവനാണ്, ലാ ത്വാഖത ലനാ നമുക്ക് ശേഷിയില്ല,
ഫഅഫു അന്നാ, ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണേ, ബിഹിൽമിക്ക, നിന്റെ സഹനം കൊണ്ട്, യാ അല്ലാഹ്, അല്ലാഹുവേ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ, നിന്റെ കാരുണ്യം കൊണ്ട്. അപ്പോ ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീർ, ഈ ദിക്ർ 100 വട്ടം ചൊല്ലൽ സുന്നത്താണ്, അത് പുണ്യമുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ ത്വഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതിൽ ദുആ ചെയ്യുന്ന ദുആ നമുക്ക് PDF-കളായിട്ട് ഒക്കെ എല്ലാവർക്കും കിട്ടും. എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ദുആ ആണത്. അത്തരം ദുആകളൊക്കെ നമുക്ക് ദുആകളിലൊക്കെ ഉൾപ്പെടുത്തുകയും പരമാവധി നമ്മുടെ വീടുകളിൽ വെച്ച് ധാരാളമായി ദുആ ചെയ്യുക. അള്ളാഹു ഈ സമയമൊക്കെ അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതേസമയത്ത് അത്യപൂർവമായി ചിലർ തെറ്റിദ്ധാരണയുടെ പേരിലോ ദുരുദ്ദേശത്തിന്റെ പേരിലോ എപ്പോഴും ബഹളങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണോ എന്നറിയില്ല, ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പല വിഭാഗങ്ങളും ഈ ദിവസത്തിന് മഹത്വമില്ലെന്ന് പറയാൻ ശ്രമിക്കാറുണ്ട്. അത് തികഞ്ഞ അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്, അശ്രദ്ധയാണ്. എല്ലാവർക്കും എല്ലാം നന്മയുണ്ടാകട്ടെ, എല്ലാം നല്ലതും ചിന്തിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അള്ളാഹു നമുക്കെല്ലാം നല്ലതിന്റെ ആളാകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.